സുഹൃത്തുക്കളെ, ഇന്ത്യ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന മിസൈൽ പദ്ധതികളിലൊന്നായ ബ്രഹ്മോസ് NG വീണ്ടും വൈകുകയാണ്. നേരത്തെ 2026 ഫ്ലൈറ്റ് ട്രയൽസ് ആരംഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇപ്പോഴത്തെ സൂചനകൾ പ്രകാരം പരീക്ഷണങ്ങൾ 2027 നീളാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രതിരോധ പദ്ധതി വൈകുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും, വീണ്ടും സാങ്കേതിക പ്രശ്നമാണോ, അതോ റഷ്യയിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നില്ലേ, അതോ ഇനി ബ്രഹ്മോസ് NG പദ്ധതി വീണ്ടും പ്രതിസന്ധിയിലാണോ എന്നൊക്കെ. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അതിൻ്റെ നേരെ വിപരീതമാണ്. സുഹൃത്തുക്കളെ നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് വീണ്ടും സ്വാഗതം. ബ്രഹ്മോസ് എയറോസ്പേസിൻ്റെ കോ-മാനേജിംഗ് ഡയറക്ടർ അലക്സാണ്ടർ മാക്സിഷേവ് വ്യക്തമാക്കിയതനുസരിച്ച് മിസൈലിൻ്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് ഇതുവരെ ആരംഭിക്കാത്തത് ഒരു പരാജയം കാരണമല്ല. ഇന്ത്യ പുതിയതായിട്ട് നൽകിയ ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്സ് കൂടുതൽ കർശനമാക്കിയതിനാൽ മിസൈലിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ഉയർന്നതും കർശനവുമാണ്. പുതിയ ആവശ്യങ്ങൾക്കനുസരിച്ച് മിസൈൽ പരിഷ്കരിക്കാൻ ഏകദേശം 1 വർഷം ആവശ്യമായിട്ട് വരും. അതിനുശേഷം ഗ്രൗണ്ട് അഡാപ്റ്റേഷൻ പൂർത്തിയാക്കി ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് ആരംഭിക്കും. അതുകൊണ്ട് ബ്രഹ്മോസ് NGയുടെ ഈ വൈകലിനെ ഒരു തിരിച്ചടിയായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ഇന്ത്യക്ക് ഉടനെ തന്നെ ലഭിക്കുന്ന ഒരു സാധാരണ മിസൈൽ വേണ്ട. കാരണം നമ്മുടെ ഇപ്പോഴുള്ള ബ്രഹ്മോസ് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ശക്തമാണ്. നമുക്ക് വേണ്ടത് അടുത്ത 20 വർഷത്തെ യുദ്ധഭൂമിയിൽ നിലനിൽക്കാൻ കഴിയുന്ന കൂടുതൽ ഇന്ത്യൻ സാങ്കേതികവിദ്യ അടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാവുന്ന ഒരു നെക്സ്റ്റ് ജനറേഷൻ വെപ്പണാണ്. എന്താണ് ഈ ബ്രഹ്മോസ് NGയുടെ യഥാർത്ഥ പ്രത്യേകത? ഇന്ന് ഇന്ത്യ ഉപയോഗിക്കുന്ന ബ്രഹ്മോസ് ഒരു അതിശക്തമായ സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ്. പക്ഷേ അതിൻ്റെ എയർ ലോഞ്ച്ഡ് വേർഷൻ പോലും ഒരുപാട് ഭാരം കൂടിയതാണ്. അതുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ സ്പെഷ്യലായിട്ട് മോഡിഫൈ ചെയ്ത സുഖോയ് 30 MK യുദ്ധവിമാനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഇത് വഹിക്കാൻ കഴിയുന്നത്. ബ്രഹ്മോസ് NGയുടെ ലക്ഷ്യം ഇതേ വേഗതയും കൃത്യതയും പ്രഹരശേഷിയും വളരെ ചെറുതും ഭാരം കുറഞ്ഞതുമായ പാക്കേജിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിന് കുറഞ്ഞ വലിപ്പവും കുറഞ്ഞ ഭാരവും കൂടുതൽ സ്റ്റെൽത്തും ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സിനെ ചെറുക്കാനുള്ള ശേഷിയും ഉയർന്ന ഇൻഡിജിനസ് കണ്ടന്റും അതുപോലെ വിവിധ കര നാവിക വ്യോമ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാനുള്ള കഴിവുമാണ് ലക്ഷ്യമിടുന്നത്. ആദ്യം സുഖോയ് 30 MKയിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പദ്ധതി. തുടർന്ന് തേജസ് പോലെയുള്ള ചെറിയ യുദ്ധവിമാനങ്ങളിലേക്കും ഇത് കൊണ്ടുവരാൻ കഴിയും. ഇവിടെയാണ് ബ്രഹ്മോസ് NG യഥാർത്ഥ ഗെയിം ചേഞ്ചർ ആകുന്നത്. ഇന്ന് ഒരു സുഖോയ് 30 MK ഒരു വലിയ എയർ ലോഞ്ച്ഡ് ബ്രഹ്മോസ് മാത്രമാണ് വഹിക്കുന്നത്. എന്നാൽ ചെറിയ ഭാരം കുറഞ്ഞ ബ്രഹ്മോസ് NG വന്നാൽ ഒരേ വിമാനത്തിന് ഒന്നിലധികം മിസൈലുകൾ വഹിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു സ്ട്രൈക്ക് ഫോർമേഷൻ്റെ ഫയർ പവർ വലിയ തോതിൽ വർദ്ധിക്കും. അതിൻ്റെ കൂടെ തേജസ് മാർക്ക് 1A, തേജസ് മാർക്ക് 2, MiG-29K, റഫാൽ തുടങ്ങിയ വ്യത്യസ്ത വിമാനങ്ങളിലൂടെ ഇൻ്റഗ്രേഷൻ സാധ്യമായാൽ ബ്രഹ്മോസ് ഒരു ലിമിറ്റഡ് പ്ലാറ്റ്ഫോം വെപ്പൺ എന്ന നിലയിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ വ്യാപകമായ പ്രിസിഷൻ സ്ട്രൈക്ക് വെപ്പണായിട്ട് മാറും. ഇന്ത്യ എന്തുകൊണ്ടാണ് അവസാന നിമിഷം ആവശ്യങ്ങൾ മാറ്റിയത്? ഇന്ത്യയുടെ പുതിയ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഔദ്യോഗികമായിട്ട് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഡിഫൻസ് ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലുള്ള സാധ്യതകളാണ്. ഒന്നാമതായിട്ട് മിസൈലിൻ്റെ ഭാരം ഇനിയും കുറയ്ക്കുക. ഒരു ചെറിയ മിസൈലിൽ ഫ്യൂവല്, ബൂസ്റ്റർ, റാംജെറ്റ് എഞ്ചിൻ, സീക്കർ, നാവിഗേഷൻ സിസ്റ്റം, വാർഹെഡ് ഇതെല്ലാം ഉൾക്കൊള്ളിക്കണം. ഓരോ കിലോഗ്രാം ഭാരം കുറയ്ക്കുന്നതും എയർക്രാഫ്റ്റ് ഇൻ്റഗ്രേഷനിൽ കൂടുതൽ എളുപ്പമാകും. രണ്ടാമതായിട്ട് റേഞ്ച് വർദ്ധിപ്പിക്കൽ. ചൈനയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ലെയർഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ യുദ്ധവിമാനം ശത്രുവിൻ്റെ ലോങ് റേഞ്ച് മിസൈലിൻ്റെ എൻഗേജ്മെൻറ്റ് സോണിലേക്ക് പ്രവേശിക്കാതെ തന്നെ ആയുധം ലോഞ്ച് ചെയ്യണം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വലിപ്പത്തിൽ കൂടുതൽ റേഞ്ച് നേടുന്നത് ഇന്ത്യക്ക് നിർണായകമാണ്. മൂന്നാമത്തേത് കൂടുതൽ സ്റ്റെൽത്താണ്. സൂപ്പർസോണിക് സ്പീഡ് മാത്രം ഇന്നത്തെ ബാറ്റിൽ ഫീൽഡിൽ മതിയാവില്ല. മിസൈലിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കണം. ശത്രുവിൻ്റെ റഡാർ മിസൈലിനെ എത്ര വൈകി കണ്ടെത്തുന്നുവോ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള സമയം അത്രയും കുറയും. 4, പുതിയ സീക്കറും ഇലക്ട്രോണിക് വാർഫെയർ റെസിസ്റ്റൻസും ആയിരിക്കും. ചൈനയ്ക്ക് ശക്തമായ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ബ്രഹ്മോസ് NGക്ക് ഒരു ടാർഗറ്റ് കണ്ടെത്തുക മാത്രമല്ല വേണ്ടത്, ശക്തമായ ഇലക്ട്രോണിക് ഇൻ്റർഫിയറൻസ് നിലനിൽക്കുമ്പോഴും ശരിയായ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് ആക്രമിക്കാൻ കഴിയണം. അഞ്ചാമതായിട്ട് പ്ലാറ്റ്ഫോം കമ്പാറ്റബിലിറ്റി. മിസൈൽ ചെറുതാക്കുന്നത് മാത്രം പോരല്ലോ. മിസൈൽ ഈ വിമാനത്തിൽ നിന്ന് വിട്ടു പോകുമ്പോൾ അത് എയർക്രാഫ്റ്റിൻ്റെ എയർ ഫ്ലോയിലേക്ക് തിരികെ കയറാതെയും എഞ്ചിൻ ഇൻടേക്കിനെ ബാധിക്കാതെയും സുരക്ഷിതമായിട്ട് വേർപെടണം. അതുകൊണ്ട് ബ്രഹ്മോസ് NG എന്ന് പറയുന്ന ഒരു ചെറിയ ബ്രഹ്മോസ് മാത്രമല്ല, ഇത് പുതിയ എയറോഡൈനാമിക് കോൺഫിഗറേഷൻ ആവശ്യപ്പെടുന്ന പുതിയൊരു വെപ്പൺ സിസ്റ്റം തന്നെയാണ്. അതുപോലെ തന്നെ പലയിടത്തും വാർത്തകളിൽ കണ്ടു,
ബ്രഹ്മോസ് എൻജിയിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന ലിക്വിഡ് ഫ്യൂൽ റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചേക്കാം എന്ന്. എന്നാൽ ഇപ്പോൾ ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിലെ ബ്രഹ്മോസ് പദ്ധതിയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാങ്കേതിക പങ്കാളിത്തം നിർണായകമാണ്. പ്രത്യേകിച്ച് പ്രൊപ്പൽഷൻ ഉൾപ്പെടെയുള്ള ചില ക്രിട്ടിക്കൽ ടെക്നോളജിയിൽ റഷ്യൻ പങ്കാളിത്തം ഇപ്പോഴും നിലവിലുണ്ട്. ഇന്ത്യ ദീർഘകാലത്തിൽ സ്വന്തം സൂപ്പർസോണിക് പ്രൊപ്പൽഷൻ ടെക്നോളജി വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ സംശയമൊന്നുമില്ല. എന്നാൽ അതിനെ ബ്രഹ്മോസ് എൻജിയുടെ ഡിലേയുടെ സ്ഥിരീകരിച്ച കാരണമായിട്ട് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. എങ്കിലും ഇന്ത്യ പുതിയ ആവശ്യങ്ങളിൽ ഇൻഡിജിനസ് പ്രൊപ്പൽഷൻ റോഡ് മാപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തന്ത്രപരമായ മാറ്റമായിരിക്കും. കാരണം മിസൈലിൻ്റെ എയർ ഫ്രെയിം ഇന്ത്യയിൽ നിർമ്മിച്ചാലും അതിൻ്റെ എൻജിൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോമ്പണൻസ് വിദേശ സപ്ലൈ ചെയിനിനെ ആശ്രയിക്കുന്നുവെങ്കിൽ പൂർണ്ണമായ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി നമുക്ക് ലഭിക്കില്ല. ഒരു യുദ്ധകാലത്ത് സ്പെയർ പാർട്സിൻ്റെയോ പ്രൊപ്പൽഷൻ യൂണിറ്റിൻ്റെയോ സ്പെഷ്യൽ മെറ്റീരിയൽസിൻ്റെയോ ഒക്കെ സപ്ലൈ തന്നെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു വർഷം വൈകിയാലും നാളെ ആയിരക്കണക്കിന് മിസൈലുകൾ ഇന്ത്യയിൽ സ്വന്തമായി നിർമ്മിക്കാൻ കഴിയുന്ന സംവിധാനം ലഭിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് മികച്ച തീരുമാനം. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു വശം കൂടിയുണ്ട്. ചൈനീസ് ഭീഷണി പുതിയ ആവശ്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. ബ്രഹ്മോസ് എൻജി രൂപകൽപ്പന ചെയ്തിരുന്ന ആദ്യകാല സാഹചര്യവും ഇന്നത്തെ ഇൻഡോ പസഫിക് ബാറ്റിൽ ഫീൽഡും ഒരുപോലെയല്ല. ചൈന ഇന്ന് കൂടുതൽ അഡ്വാൻസ്ഡ് ഡിസ്ട്രോയേഴ്സും എയർക്രാഫ്റ്റ് കാരിയേഴ്സും ലോങ് റേഞ്ച് എയർ ഡിഫൻസ് മിസൈലുകളും എയർബോൺ ഏർലി വാർണിംഗ് എയർക്രാഫ്റ്റുകളും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളും സാറ്റലൈറ്റുകളും ഡ്രോണുകളും എല്ലാം ഉപയോഗിക്കുന്ന ഒരു വലിയ ഇൻ്റഗ്രേറ്റഡ് കിൽ നെറ്റ്വർക്ക് സൃഷ്ടിക്കുകയാണ്. ഒരു ടാർഗറ്റിനെ ആക്രമിക്കാൻ ഒറ്റ മിസൈൽ ലോഞ്ച് ചെയ്താൽ മാത്രം മതിയാകുന്ന കാലം മാറുകയാണ്. ഭാവിയിലെ ആക്രമണങ്ങളിൽ ഒരേ സമയം പല ദിശകളിൽ നിന്നും മിസൈലുകളും ഡ്രോണുകളും ഡീകോയികളും ഇലക്ട്രോണിക് അറ്റാക്കും എല്ലാം ചേർന്ന ഒരു സാച്ചുറേഷൻ സ്ട്രൈക്ക് തന്നെ ആവശ്യമായിട്ട് വരും. ഇവിടെയാണ് ബ്രഹ്മോസ് എൻജിയുടെ ചെറിയ വലിപ്പം നിർണായകമാകുന്നത്. ഒരു സുഖോയ് 30 MK ഒന്നിലധികം ബ്രഹ്മോസ് എൻജി വഹിക്കുമ്പോൾ ചെറിയ യുദ്ധവിമാനങ്ങൾക്കും ഓരോ മിസൈൽ വീതമെങ്കിലും വഹിക്കാൻ കഴിയുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരേ സമയം കൂടുതൽ ലോഞ്ച് പ്ലാറ്റ്ഫോംസ് വിന്യസിക്കാം. ശത്രുവിൻ്റെ റഡാർ ആദ്യം എയർക്രാഫ്റ്റ് കണ്ടെത്തണം, തുടർന്ന് ലോഞ്ച് ചെയ്ത മിസൈൽ ട്രാക്ക് ചെയ്യണം, യഥാർത്ഥ മിസൈൽ, ഡീകോയി, ഡ്രോൺ എന്നിവ വേർതിരിക്കണം, പിന്നെ ഓരോ ടാർഗറ്റിനും ഇൻ്റർസെപ്റ്റർ അസൈൻ ചെയ്യണം. ആക്രമണം ഒരേ സമയം പല ദിശകളിൽ നിന്നുണ്ടായാൽ ഏറ്റവും ശക്തമായ എയർ ഡിഫൻസ് നെറ്റ്വർക്ക് പോലും ഓവർവെൽമഡ് ആകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ബ്രഹ്മോസ് എൻജിയുടെ വലിയ നേട്ടം ഓരോ മിസൈലിൻ്റെ ഡിസ്ട്രക്റ്റീവ് പവർ മാത്രമല്ല, ഒരാക്രമണത്തിൽ ഇന്ത്യക്ക് ലോഞ്ച് ചെയ്യാൻ കഴിയുന്ന സൂപ്പർസോണിക് മിസൈലിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതാണ് അതിൻ്റെ യഥാർത്ഥ ശക്തി. നാവികസേനയ്ക്കും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ബ്രഹ്മോസ് എൻജിയെ ഭാവിയിൽ സർഫസ് ഷിപ്പുകൾ, സബ്മറീനുകൾ, മൊബൈൽ ലാൻഡ് ലോഞ്ചേഴ്സ് എന്നിവയിലും ഉപയോഗിക്കാനാണ് പദ്ധതി. ഇതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു അഡ്വേഴ്സറി വാർഷിപ്പിന് ഏത് ഇന്ത്യൻ പ്ലാറ്റ്ഫോമാണ് ബ്രഹ്മോസ് എൻജി വഹിക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടാകും. അത് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലിഥാലിറ്റി. സുഹൃത്തുക്കളെ, ബ്രഹ്മോസ് എൻജിയുടെ വൈകൽ ആദ്യ നോട്ടത്തിൽ നിരാശാജനകമാണ്. എന്നാൽ ഒരു വർഷം മുമ്പ് ലഭിക്കുന്ന പരിമിതമായ മിസൈലിനേക്കാളും ഒരു വർഷം വൈകി ലഭിക്കുന്ന കൂടുതൽ സ്റ്റെൽത്തി ആയിട്ടുള്ള, കൂടുതൽ ഇൻഡിജിനസ് ആയിട്ടുള്ള, കൂടുതൽ പ്ലാറ്റ്ഫോം കമ്പാറ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയറിനെ ചെറുക്കാൻ കഴിയുന്ന വെപ്പണാണ് ഇന്ത്യക്ക് ഗുണകരം. പ്രത്യേകിച്ചും ചൈന പോലെയുള്ള ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്വേഴ്സറിയെ നേരിടുമ്പോൾ ഇന്നത്തെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് നിർമ്മിച്ച മിസൈൽ നാളത്തെ യുദ്ധഭൂമിയിലും മതിയാവില്ല. ഇത് വിജയിച്ചാൽ ഇന്ത്യക്ക് ബ്രഹ്മോസിൻ്റെ പ്രഹരശേഷി മാത്രമല്ല ലഭിക്കുക, കൂടുതൽ മിസൈലുകൾ ഒരേ സമയം ലോഞ്ച് ചെയ്യാനുള്ള ശേഷി, കൂടുതൽ വിമാനങ്ങളിൽ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം, ശക്തമായ സാച്ചുറേഷൻ അറ്റാക്ക് നടത്താനുള്ള കഴിവ്, വലിയ ഇൻഡിജിനസ് പ്രൊഡക്ഷൻ എക്കോസിസ്റ്റം, എക്സ്പോർട്ട് മാർക്കറ്റിൽ കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള വെപ്പൺ, ഇതെല്ലാം ലഭിക്കും. ബ്രഹ്മോസ് എൻജിയുടെ കാര്യത്തിൽ ഈ ഡിലേ ഒരുപക്ഷെ ഇന്ത്യക്ക് ഗുണത്തിനായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.